ഹായ് ഓൾ, വെൽക്കം ടു KS Mentor. നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന പോർഷൻ സാധാരണഗതിയിൽ LD-ക്കാണെങ്കിലും ഡിഗ്രി ലെവലിലാണെങ്കിലും ഒക്കെ നിർബന്ധമായും ചോദിക്കുന്ന ഒരു പോർഷനാണ് ഇംഗ്ലീഷിലെ റിപ്പോർട്ടഡ് സ്പീച്ച്. നമ്മുടെ പ്രശ്നം എന്താ? 10ാം ക്ലാസ്സിൽ പഠിച്ചു, +2 പഠിച്ചു, പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ റൂൾസ് ആലോചിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ട് വന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എക്സാമൊക്കെ എഴുതി നമുക്ക് വളരെ കോൺഫിഡൻസ് ആയിട്ട് എക്സാമൊക്കെ എഴുതി തിരിച്ചു വന്ന് ആൻസർ കീ നോക്കുമ്പോഴത്തേക്കും അവിടെ തെറ്റി ഇവിടെ തെറ്റി എന്ന് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പോർഷനുമാണ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് അല്ലെങ്കിൽ വൊക്കാബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വൊക്കാബുലറി പോർഷനിലും ഗ്രാമർ പോർഷൻ 2 ഭാഗമായിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണേത് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അതിൽ കുറച്ച് ചോദ്യങ്ങളെ നമ്മൾ എടുത്തുകൊണ്ട് അതിൽ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്തെടുക്കാം എന്നുള്ളത് കോമൺ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മളിന്ന് ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണ്. അതെങ്ങനെയാണ് എന്നുള്ള അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം, റൂൾസ് ഒന്നുമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യുന്ന ചോദ്യം എന്ന് പറയുന്നത് ഗോപു സേസ് ഐ എം നോട്ട് വെൽ ഓൺ റിപ്പോർട്ടിംഗ് ദി സെന്റൻസ് വി ഗെറ്റ് എന്ത് ചോദിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് അതിന് ഉത്തരം വരെ. അപ്പം ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ചോദ്യം ഗോപു സേസ് ഐ എം നോട്ട് വെൽ ഓൺ റിപ്പോർട്ടിംഗ് ദി സെന്റൻസ് വി ഗെറ്റ്. അപ്പോൾ ഇവിടെ സാധാരണ ഒരു സെൻറ്റൻസ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ഫുൾ സ്റ്റോപ്പ് ആയിട്ട് എഴുതി നിർത്തുന്ന ഒരു സെൻറ്റൻസാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, നമ്മൾ റൂൾ അനുസരിച്ചിട്ട് പ്രസൻറ്റ് പാസ്റ്റ് ആക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിവിടെ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ആരാണ്, എന്താണ് സബ്ജക്റ്റ് എന്നും ആരാണ് അതിനകത്തുള്ള ഓക്സിലറി വെർബെന്നും മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ബാക്കിയെല്ലാം അതിൻ്റെ പിറകെ വന്നോളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതേതാണ് ഗോപു സെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെഡ് എന്നല്ല സെയ്സ് എന്നാണ്, പ്രസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിലെല്ലാം നോക്കിയേ ഗോപു സെയ്സ് ഗോപു സെയ്സ് ഗോപു സെയ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേതോ ഒരു ഓപ്ഷൻ തന്നെയാണ്, അതിൽ സെഡ് വരത്തില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്നത് ഐ ആണ്. ഒന്നും ഓർക്കരുത്, ഐ എന്നുള്ളത് ഒന്നുകിൽ ഹീ വരും അല്ലെങ്കിൽ ഷീ വരും. ഇവിടെ ഗോപു ആണ് ആരോടോ പറഞ്ഞിരിക്കുന്നു. ഗോപു എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ എം നോട്ട് വെൽ, എനിക്ക് സുഖമില്ല. നമ്മളാണ് കേൾക്കുന്നത്, നമ്മളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സുഖമില്ല എന്നായിരിക്കില്ല നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയായിരിക്കും? അവന് സുഖമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അവന് സുഖമില്ലായിരുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അവന് സുഖമില്ല എന്നുള്ള രീതിയിലോ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? റിപ്പോർട്ട് ചെയ്യാറുള്ളൂ. ഇവിടെ ഐ എപ്പോഴും എന്തായിട്ട് മാറണം? ഒന്നുകിൽ ഹീ അല്ലെങ്കിൽ ഷീ. ഇതങ്ങ് ഓർമ്മിക്കുക. ആദ്യം ഹീ അല്ലെങ്കിൽ ഷീ. ഇവിടെ ഗോപു ആയതുകൊണ്ട് ആര് വരും? ഹീ വരും. ഇപ്പോൾ ഗോപു ആയതുകൊണ്ട് അവിടെ ഹീ വരും. ഗോപു വന്നു, അതുകൊണ്ട് അവിടെ എന്ത് വന്നു? ഹീ വന്നു. ഹീ എന്നുള്ളത് അവിടെ ശരി. ഓക്കെ, ഹീ അവിടെ വന്നു. ആരൊക്കെയാ? ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. അടുത്ത് നമ്മൾ നോക്കേണ്ടത് ആം ആണ്. ഇപ്പോൾ ഗോപു സെയ്സ് എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ പാസ്റ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്കവിടെ എന്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ട? പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട. പ്രസന്റിൽ തന്നെ പറഞ്ഞാൽ മതി. ഗോപു സെയ്സ് ദാറ്റ്. ആം എന്നുള്ളത് ആർക്ക് മാത്രമുള്ളതാണ്? ഐക്ക് മാത്രമുള്ളതാണ്. ഹീ ആണെങ്കിൽ ആരേ വരത്തുള്ളൂ? ഈസേ വരത്തുള്ളൂ. ഹീ ഈസ് നോട്ട് വെൽ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ആദ്യം ആരാണ് അതിനകത്ത് സംസാരിക്കുന്നത്? ആരാണോ? ഐ എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന ആളാണ്. പറയുന്നത് ആരാണോ, അത് ആണാണെങ്കിൽ ഒരു പുരുഷനാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഹീ വരും. ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഷീ വരും. ഇവിടെ ഐ എന്നുള്ളത് ഒരു പുരുഷനാണ് ഗോപു, അതുകൊണ്ട് ഹീ വന്നു. ശരി, ഹീ എഴുതി. ബാക്കി രണ്ടുമല്ല. ഇവിടെ ഐ ആണ്, ഇവിടെ ഐ. ഇപ്പോൾ ഇത് രണ്ടുമല്ല ഉത്തരം. ഇത് രണ്ടും ആൻസർ അല്ല. പിന്നെ ഏതാ? ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഇവിടെ നോക്കുക, സെയ് എന്നാണ്, പ്രസൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും എന്ത് വരണ്ട? വാസ് വരണ്ട. പിന്നെ ആരേ വരത്തുള്ളൂ? ഈസേ വരത്തുള്ളൂ. ഹീയുടെ കൂടെ അല്ലെങ്കിൽ ഷീയുടെ കൂടെ ആരേ വരത്തുള്ളൂ? ഈസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? സബ്ജക്റ്റിനെയും മാറ്റി, ഹെൽപ്പിംഗ് വെർബിനെ മാറ്റി, അടുത്ത ഫോമിലേക്ക് മാറ്റി എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്തോളൂ. വേറൊന്നും നമ്മൾ ചെയ്തില്ല. ഇവിടെ എന്താ ചെയ്തത്? ഐ മാറി ഹീ ആയി, ആം മാറി ഈസായി. അത്രയും നമ്മൾ ചെയ്തുള്ളൂ. നെക്സ്റ്റ് വൺ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലത്തെ ഒരു ഫോമിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആണ്. ഇതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇവിടെ നോക്കിയേ, ഹീ സെഡ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോഴേ നമ്മൾ ചിന്തിച്ചോളണം അത് പാസ്റ്റാണ്. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? പാസ്റ്റിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഐ ഹാവ് ഫിനിഷ്ഡ് എന്നാണ് തന്നിരിക്കുന്നത്, പ്രസൻറ്റിലാണ്. ഐ ഹാവ് ഫിനിഷ്ഡ്. നമ്മളൊന്നും ചെയ്യണ്ട. ഐ എന്താവണം? ഇവിടെ ആരാ പറഞ്ഞിരിക്കുന്നത്? വേറൊരാളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐ എന്താവണം? ഒന്നുകിൽ ഹീ ആവണം അല്ലെങ്കിൽ ഷീ ആവണം. ഇവിടെ ഹീ ആണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഐ എന്നുള്ളത് എന്താവും? ഹീ ആവും. ഇതിലേതോ ഒന്നാണ്. അപ്പോൾ ഹീ സെഡ് ദാറ്റ്, ഹീ വരെ ഉള്ളത് ശരിയാണ്. ഇതിലേതോ ഒന്നാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹാവ് ആണ്.
നിങ്ങൾ അടുത്ത് ആലോചിക്കേണ്ടത് ഹാവ് വന്നാലും ഹാസ് വന്നാലും ഈ സെറ്റാണ് തന്നിരിക്കുന്നതെങ്കിൽ അപ്പുറത്ത് എന്താകും? ഹാഡ് ആകും. ഇവിടെ സെറ്റാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ആസ്ക്ഡ് ആണോ എന്ന് നോക്കുക. ഇത് പാസ്റ്റ് ഫോമാണ്, അപ്പോൾ ഇപ്പുറത്ത് എന്ത് വരണം? ഹാഡ് വരും. ഹാവ് അല്ലെങ്കിൽ ഹാസ് വന്നാൽ എന്ത് വരും? ഹാഡ് വരും. അപ്പോൾ ഹാവ് മാറി എന്താവണം? ഹാഡ് വരണം. ഇതിൽ ആരാ ഹാഡ് ഉള്ളത്? ദാ കിടപ്പുണ്ട്. ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ്. ഇതാണ് കറക്റ്റ്. ഒറ്റ മിനിറ്റ് കൊണ്ട് കണ്ടുപിടിക്കും. ഒറ്റ മിനിറ്റ് പോലും വേണ്ട, 10 സെക്കൻഡ് കൊണ്ട് കണ്ടുപിടിക്കാം. 10 സെക്കൻഡ് കൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഐ എന്തായി? ഇവിടെ ഹീ ആണ് പറയുന്നത്. ഐ എന്താവണം? ഹീ ആവണം. ഹാവിൻ്റെ പാസ്റ്റ്, കാരണം ഇവിടെ സെറ്റ് എന്നാ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ പാസ്റ്റ് ആണ്. ഹാവിൻ്റെ പാസ്റ്റ് ആര്? ഹാഡ്. ഹാസ് വന്നാലും ആര് തന്നെ? ഹാഡ് തന്നെ. അത് ഹാവ് അല്ല, ഹാസ് വന്നാലും ആര് തന്നെയാണ്? ഹാഡ് തന്നെയാണ്. അപ്പോൾ ഹാവിൻ്റെ പാസ്റ്റ് ഹാഡ്. ഹാഡ് ഫിനിഷ്ഡ്. ആരാ വരുന്നത്? ഓപ്ഷൻ ഡി. ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ്റ്റ് തന്നു കഴിഞ്ഞാൽ, പാസ്റ്റ് കഴിഞ്ഞാൽ സെഡിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്സിലറി വെർബ് മാറ്റണം, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബിനെ എന്താക്കണം? പാസ്റ്റ് ആക്കിയാൽ മതി. ബാക്കിയെല്ലാം പാസ്റ്റ് ആയിക്കോളും. ബാക്കിയെല്ലാം എന്തായിക്കോളും? പാസ്റ്റ് ആയിക്കോളും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? സബ്ജക്റ്റ് ആരാണോ ആ സബ്ജക്റ്റിനെ മാറ്റണം. ഐ ആണെങ്കിൽ ആരിലേക്ക് മാറണം? ഹീ അല്ലെങ്കിൽ ഷീ. ഹീ അല്ലെങ്കിൽ ഷീ. കാരണം വേറൊരാളാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹീ അല്ലെങ്കിൽ ഷീ. ഓക്കെ, ഇവിടുത്തെ ചോദ്യം നോക്കിയേ. ഐ ഡോണ്ട് ലൈക്ക് ടീ. എനിക്ക് ചായ ഇഷ്ടമല്ല എന്നൊരാൾ നമ്മളോട് പറയുക, നമ്മളത് റിപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക? അവന് ചായ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവൾക്ക് ചായ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ? ഇവിടെ സെറ്റാണോ സേ ആണോ? സെറ്റാണ്, പാസ്റ്റാണ്. അപ്പോൾ എന്തിലാക്കണം? പാസ്റ്റിലാക്കണം. അപ്പോൾ എന്തിലാക്കണം? പാസ്റ്റിലാക്കണം. ഐ എന്താവണം? ഇവിടെ ആരാ പറഞ്ഞിരിക്കുന്നത്? ഹീ ആണ് പറഞ്ഞിരിക്കുക. ഐ എന്താവണം? ഹീ ആവണം. അപ്പോൾ ഹീ ആണ്, ശരിയാണ്. ഡോണ്ട്, ഡൂവിൻ്റെ പാസ്റ്റ്. ഡൂവിൻ്റെ പാസ്റ്റ് ഏത് വരും? ഡൂ വരുമോ? ഇല്ല. ഡൂവിൻ്റെ പാസ്റ്റ് ആരാണ്? ഡൂ വന്നാൽ ആര് വരും? ഡിഡ് വരും. ഡൂ വന്നാൽ ആര് വരും? ഡിഡ് വരും. ഹി ഡിഡ്ന്റ് ലൈക്ക് ദ ടീ. 10 സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞു. 10 സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞു. എന്താ ചെയ്ത്? നമ്മൾ ആദ്യം സെറ്റാണോ സേ ആണോ നോക്കി, പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ നോക്കി. പാസ്റ്റ് ആണ്, അപ്പോൾ പാസ്റ്റിലേക്ക് മാറ്റണം. എന്നിട്ട് എന്ത് ചെയ്തു? ഐ എന്താക്കി? ഹീ ആക്കി. കാരണം ഇവിടെ ഹീ ആണ് പറഞ്ഞിരിക്കുന്നത്, ഹീ ആക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡൂനെ എന്താക്കി? ഡിഡാക്കി. ഇവിടെ ഡൂ ഡിഡ് വരുന്ന ഏത് മാത്രമേ ഉള്ളൂ? ഹി ഡിഡ്ന്റ് ലൈക്ക് ദ ടീ. ഹി ഡിഡ്ന്റ് ലൈക്ക് ദ ടീ. നിങ്ങൾക്ക് തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ ഹീ മാറ്റി ഐ തന്നിരിക്കും. അവിടെ ആര് പറയുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ഐ എന്തായിട്ട് മാറും? ഒന്നുകിൽ ഹീ ആകണം, അല്ലെങ്കിൽ അവിടെ ഷീ ആകണം. സബ്ജക്റ്റ് ഐ ആയിട്ട് വരുമ്പോൾ എന്തായിട്ട് മാറണം? ഹീ അല്ലെങ്കിൽ ഷീ ആയിട്ട് മാറണം. ഗീത സെറ്റ് മൈ ബുക്ക് വിൽ ബി റിലീസ്ഡ് ടുമോറോ അറ്റ് എ മോഡസ്റ്റ് ഫംഗ്ഷൻ. ടു പുട്ട് ദ സെന്റൻസ്. ഫസ്റ്റ് വൺ നമ്മൾ എന്താ നോക്കുന്നത്? പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ? പാസ്റ്റ് ആണ്, അപ്പോൾ പാസ്റ്റിലാണ് എഴുതേണ്ടത്. അപ്പോൾ എന്തിലാണ് എഴുതേണ്ടത്? പാസ്റ്റിലാണ് എഴുതേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈ ബുക്ക് വിൽ ബി റിലീസ്ഡ് ടുമോറോ അറ്റ് എ മോഡസ്റ്റ് ഫംഗ്ഷൻ. എന്താണ് മൈ ബുക്ക്? എൻ്റെ പുസ്തകം എന്നാരാ പറഞ്ഞേ? ഗീതയാ പറഞ്ഞേ. നമ്മളെന്ത് പറയും? അവളുടെ പുസ്തകം. അതൊരു പുരുഷനാണെങ്കിൽ അവൻ്റെ പുസ്തകം, അല്ലെങ്കിൽ അയാളുടെ പുസ്തകം എന്നല്ലേ വരത്തുള്ളൂ. അപ്പോൾ മൈ ബുക്ക് എന്നുള്ളത് എന്തായിട്ട് മാറും? ഹർ ബുക്കായിട്ട് മാറും. മൈ ബുക്ക് എന്നുള്ളത് എന്തായിട്ട് മാറും? ഹർ ബുക്ക് എന്നുള്ളത് മാറും. ഇവിടെ ഹർ ബുക്ക് ഉള്ളത് ആരാണെന്ന് നോക്കി വെച്ചാൽ മതി. ഹർ ബുക്ക് എന്നായിട്ട് മാറും. വിൽ ബി, വില്ല് മാറ്റി എഴുതുമ്പോൾ വില്ല് എപ്പോഴും എന്തായിട്ടേ മാറത്തുള്ളൂ? വുഡായിട്ടേ മാറത്തുള്ളൂ. ഹർ ബുക്ക് വുഡ് ബി റിലീസ്ഡ് ടുമോറോ. ടുമോറോ മാറുമ്പോൾ എന്താണ്? ടുമോറോ മാറുമ്പോൾ ദ നെക്സ്റ്റ് ഡേ. ടുമോറോ മാറുമ്പോൾ എന്തായിട്ട് മാറും? ദ നെക്സ്റ്റ് ഡേ ആയിട്ട് വരും. ദ ടുമോറോ മാറുമ്പോൾ എന്തായിട്ട് വരും? നെക്സ്റ്റ് ഡേ. നോക്കിയേ, ഗീത സെഡ് ദാറ്റ് ഹർ ബുക്ക് വുഡ് ബി റിലീസ്ഡ് ദ നെക്സ്റ്റ് ഡേ അറ്റ് എ മോഡസ്റ്റ് ഫംഗ്ഷൻ. ഏതാ ശരി? ഇതാ ശരി. ഗീത സെഡ് ദാറ്റ് ഹർ ബുക്ക് വുഡ് ബി റിലീസ്ഡ് ദ നെക്സ്റ്റ് ഡേ അറ്റ് എ മോഡസ്റ്റ് ഫംഗ്ഷൻ. നമ്മൾ എന്താ ചെയ്തത്? ഗീത സെഡ്. നമുക്കൊരു കൺഫ്യൂഷൻ വരും ഇത് ഏതായിരിക്കും എന്നുള്ളത്. മൈ ബുക്ക് എന്താവും? ഹർ ബുക്കാവും. കാരണം ഗീത പറയുന്നു ഹർ ബുക്കാവുന്നു. വില്ല് എന്താവും? വുഡാവുന്നു. ബാക്കിയെല്ലാം ശരി. ഇതിൻ്റെ ഇടയ്ക്ക് കൺഫ്യൂഷനായിട്ട് ഒരു ടുമോറോ കിടപ്പുണ്ട്. ടുമോറോ വന്നാൽ ദ നെക്സ്റ്റ് ഡേ, യെസ്റ്റർഡേ വന്നാൽ ദ പ്രീവിയസ് ഡേ. അത് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുക. ടുഡേ, ദാറ്റ് ഡേ. ഓക്കെ, യെസ്റ്റർഡേ, ദ പ്രീവിയസ് ഡേ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ടുമോറോയാണ്. ദാറ്റ് മീൻസ് ദ നെക്സ്റ്റ് ഡേ. ടുമോറോ എന്നുള്ളത് എന്തായിട്ട് മാറും? ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ എന്താ ചെയ്ത? ഗീത എന്നുള്ളത് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നതുകൊണ്ട് മൈ ബുക്ക് എന്നുള്ളത് എന്തായിട്ട് മാറി? ഹർ ബുക്കായി. വില്ല് എന്തായി? വുഡായി. ടുമോറോ എന്തായി? ദ നെക്സ്റ്റ് ഡേ ആയി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹി സെഡ് ഐ ബോട്ട് എ ഹൗസ് ഇൻ മുംബൈ. ഇതാണ് ചോദ്യം. പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ? പാസ്റ്റ് ആണ്, ബിക്കോസ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഹി സെറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, പാസ്റ്റ് ആണ്. ഐ മാറി എന്താവണം? ഹീ ആവണം. കാരണം ഹീയാ തന്നിരിക്കുന്നത്.
ഹീ അവനാണ് പറയുന്നത്. അപ്പോൾ ഹീ ആയി, ശരിയാണ്, ഇവിടെ ഹീ ആണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബോട്ടാണ് തന്നിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞെന്താ, ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് മാറ്റണം, പാസ്റ്റ് ആക്കണം. ഈസ് എന്താവണം? വാസാവണം. ആം എന്താവണം? വാസാവണം. ആർ എന്താവണം? ആ വേറാവണം. അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ വാസ് ചില കണ്ടീഷനിൽ എന്തായിട്ട് മാറും? വാസായിട്ട് മാറും. ഹാസ് ഹാവ് എന്താവണം? ഹാഡ് ആകണം. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഹെൽപ്പിംഗ് വെർബ് ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? ഹെൽപ്പിംഗ് വെർബ് ഇല്ല എങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇത് നമുക്ക് പ്രസൻറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ, സെൻറ്റൻസ് പ്രസൻറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ, ഐ ബൈ എ ഹൗസ് എന്നാണ് തന്നിരിക്കുന്നത് എങ്കിൽ ഇവിടെ എന്തില്ല? ഓക്സിലറി ഇല്ല, ഹെൽപ്പിംഗ് വേർബ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു? ബൈ എന്നുള്ളത് വേർബാണ്, വെർബിനെ പാസ്റ്റ് ആക്കുന്നു. നമുക്ക് അവിടെ എന്തില്ല? ഓക്സിലറി ഇല്ല എങ്കിൽ ആരെ മാറ്റുന്നു? വെർബിനെ പാസ്റ്റ് ആക്കുന്നു. ഐ എന്നുള്ളത് ഹീ ആകുന്നു. ഹീ ബോട്ട് എ ഹൗസ്. ഇവിടെ നോക്കിയേ, അതല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് എന്താക്കി? പാസ്റ്റ് ആക്കിയത്. പക്ഷേ ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്നതേ ഏതിലാണ്? പാസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നോക്കേണ്ട എളുപ്പ വഴി എന്ന് പറയുന്നത്, ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഹെൽപ്പിംഗ് വെർബ് ഇല്ല. പ്രസൻ്റ് ആണോ? അല്ല. ബോട്ട് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. നമുക്ക് അറിയാവുന്നതാണ്, ബൈയുടെ പാസ്റ്റ് ആണ് ബോട്ട്. അപ്പോൾ തന്നിരിക്കുന്നത് വേറെ ഒരു ഹെൽപ്പിംഗ് വെർബും അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഹാഡ് ചേർക്കണം. എന്ത് ചേർക്കണം? ഹാഡ് ചേർക്കണം. അപ്പോൾ അവിടെ നോക്കുക, ഹാഡ് ഉള്ളത് ഏതാണെന്ന് നോക്കുക. ഇതാണ് ഹാഡ് ബോട്ട് എ ഹൗസ് ഇൻ മുംബൈ. എന്തുകൊണ്ട്? അതിൻ്റെ റൂൾ അനുസരിച്ചിട്ടാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റ് ആവുമെന്നുള്ളതാണ്. ഹാഡിൻ്റെ കൂടെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇപ്പോൾ നമുക്ക് വേറൊരു സെൻറ്റൻസ് കൂടി ഇവിടെ എഴുതിയിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയോളൂ, ഇവിടെ ഇതേ സാധനം തന്നെ ഹീ സെറ്റ് എന്ന് വന്നിട്ട് ഐ റോട്ട് എ ലെറ്റർ എന്നാണ് തന്നിരിക്കുന്നത് എങ്കിൽ നോക്കുക, ഐ എന്താവും? ഹീ ആകും. റോട്ട് റൈറ്റിൻ്റെ പാസ്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു എന്താണ്? വെർബ് വേറെ ഓക്സിലറി ഒന്നുമില്ല. പിന്നെ എന്ത് ചെയ്യണം? വേർബിൻ്റെ പാസ്റ്റാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചേർക്കണം? കണ്ണുടച്ച് ഹാഡ് ചേർക്കുക. റൈറ്റ് എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ ഫോം, വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് റോട്ട്. മൂന്നാമത്തെ ഫോം ആരാണ്? റിട്ടൺ. ആ റിട്ടൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഹാഡും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണുമടച്ച് അവിടെ എന്ത് എഴുതാം? ആൻസർ എഴുതാം. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നോക്കേണ്ടത് എന്താണ്? പാസ്റ്റ് ഫോമിലാണ്, വിത്തൗട്ട് ഓക്സിലറി. പാസ്റ്റ് ഫോമിലാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? ഹാഡ് ചേർക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? മൂന്നാമത്തെ ഫോം എഴുതണം. ബോട്ട് മൂന്നാമത്തെ ഫോം എന്ത് തന്നെയാണ്? ബോട്ട് തന്നെയാണ്. അപ്പോൾ ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ബോട്ട് എ ഹൗസ് ഇൻ മുംബൈ. ഇതൊരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. നോക്കേണ്ട എന്താണ്? പ്രസൻറ്റിലാണ് തന്നിരിക്കുന്നത്, സെൻറ്റൻസ് പ്രസൻറ്റിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ നേരെ അതിനെ അങ്ങ് പാസ്റ്റ് ആക്കുക. എന്നാൽ ആ വെർബ് പാസ്റ്റിലാണ് തന്നിരിക്കുന്നത്, വിത്തൗട്ട് ഓക്സിലറി ആണെങ്കിൽ എന്ത് ചേർക്കുക? ഹാഡിൻ്റെ കൂടെ V3 ചേർക്കുക. അത്രയേ ഉള്ളൂ. കൺവേർട്ട് ദ സെൻറ്റൻസ് ഇൻടു ഇൻഡയറക്റ്റ് സ്പീച്ച്. യു മേ ലീവ് ദ റൂം സെറ്റ് ദ പ്രിൻസിപ്പൽ. ഇവിടെ നോക്കുക, ഇവിടെ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? യു മേ ലീവ് ദ റൂം. ഇവിടെ ആരോടാണ് പറഞ്ഞിരിക്കുന്നത്? എന്നോടാണ്. ഇവിടെ ഐ ആണ് കൊടുത്തിരിക്കുന്നത്. ഐ ആണ്, എന്നോട് എന്നുള്ള രീതിയിലാണ് ഐ വന്നിരിക്കുന്നത്. ശരി, അവിടെ ഐ ആണ്, വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് ഐ തന്നെ ചിന്തിക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത്, അപ്പോൾ യു മാറി ഐ ആയി. യു എന്ന് പറയുന്നത് ഒന്നുകിൽ ഐ വരണം, അല്ലെങ്കിൽ വി വരണം, അല്ലെങ്കിൽ ദേ വരണം, അല്ലെങ്കിൽ ഹീ വരണം, അല്ലെങ്കിൽ ഷീ വരണം. ഒരാളെ നോക്കി പറയുന്നു. ഇവിടെ ആരോടാണ്? എന്നോട് എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഐ കൊടുത്തിരിക്കുന്നത്. എന്നോട് എന്ന രീതിയിലാണ് ഐ കൊടുത്തിരിക്കുന്നത്. ഐ ശരി തന്നെയാണ്, അവിടെ എല്ലാം ഐ ആയതുകൊണ്ട് വേറെ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. അടുത്ത നമ്മൾ നോക്കേണ്ടത് മേ എന്നുള്ളത് എന്തിലേക്ക് മാറ്റുന്നു? മൈറ്റ് ആക്കുന്നു. ഐ മൈറ്റ് ലീവ് ദ റൂം. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. രണ്ട് ഓപ്ഷനും ഐ മൈറ്റ് ലീവ് ദ റൂമാണ്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? പ്രിൻസിപ്പാൾ സെഡ് ഐ മൈറ്റ് ലീവ് ദ റൂം. ദ പ്രിൻസിപ്പാൾ സേസ് ഐ മൈറ്റ് ലീവ് ദ റൂം. ഇവിടുത്തെ ഉത്തരം എന്താണ്? സെഡാണ്. കാരണം ഓൾറെഡി ക്വസ്റ്റ്യനിൽ എന്താ കൊടുത്തിരിക്കുന്നത്? പാസ്റ്റ് ഫോമാണ്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല, പാസ്റ്റ് ഫോമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സെഡ് തന്നെയാണ് ഇവിടെ വരേണ്ടത്. ദ പ്രിൻസിപ്പാൾ സെഡ് ഐ മൈറ്റ് ലീവ് ദ റൂം. ശ്രദ്ധിക്കേണ്ടത് ഈ സെയ്സും സെഡുമാണ് തിരിഞ്ഞു പോകുന്നത്. സെഡ് ഓൾറെഡി പാസ്റ്റിലാണ് തന്നിരിക്കുന്നത് കൊണ്ട് സെഡ് തന്നെ വരണം, സെയ്സ് അല്ല വരേണ്ടത്. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഐ വിഷ് ടു ലേൺ ഇംഗ്ലീഷ്. ഇതൊരു ഫാക്റ്റാണ്. പ്രസൻറ്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്.
He said that I wish to learn English. He said that he wished to learn English. He said that he wishes to learn English. He said that he is wishing to learn English. ഇവിടെ ആരെന്ത് പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഹീ ആണ് പറഞ്ഞെന്നുള്ള രീതിയിൽ ഹീ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹീ സെഡ് ആണ് വരേണ്ടത്. ഹീ സെഡ് ദാറ്റ് ഓൾറെഡി എല്ലാ ഓപ്ഷനിലും ഹീ സെഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരണ്ട. പിന്നെന്താണ്? ഐ മാറി. ഹീ അല്ലേ പറയുന്നത്, അപ്പോൾ ഐ എന്തായി ആകത്തുള്ളൂ? ഹീ ആകത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്തായാലും അല്ല. ആദ്യത്തെ ഓപ്ഷൻ എന്തായാലും അല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓക്സിലറി ഉണ്ടോ നോക്കും. ഇവിടെ ഓക്സിലറി ഉണ്ടോ? ഇല്ല. പിന്നെ ആരേ ഉള്ളൂ? വെബേ ഉള്ളൂ. വിഷിൻ്റെ പാസ്റ്റ് വിഷ്ഡ്. വിഷിൻ്റെ പാസ്റ്റ് എന്താവും? വിഷ്ഡ് ആവും. അപ്പോൾ ഏതാണ്? ഇതാണ്. കാരണം ബാക്കി ഒന്നും വരത്തില്ല. വിഷസ് വരത്തില്ല. വിഷിങ് ഈസ് വിഷിങ് വരത്തില്ല. കാരണം അവിടെ പുതിയൊരു ഓക്സിലറി ചേർത്തു. അതിൻ്റെ ആവശ്യമില്ല. പ്രസൻറ്റ് എന്താക്കിയാൽ മതി? നേരെ പാസ്റ്റ് ആക്കിയാൽ മതി. അവിടെ ഓക്സിലറി ഇല്ലാത്തത് കൊണ്ട് വെർബിൻ്റെ പാസ്റ്റ് ആക്കി കഴിയുമ്പോൾ സെൻറ്റൻസ് എന്തായിക്കോളും? പാസ്റ്റ് ആയിക്കോളും. അടുത്ത സെൻറ്റൻസ് പുതിയൊരു ടൈപ്പാണ്. എസ് ഓർ നോ ടൈപ്പാണ്. എസ് ഓർ നോ ടൈപ്പ് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഓക്സിലറി ഈസ്, ആറ്, ആമ്, വാസ്, വേർ, ഹാസ്, ഹാവ് തുടങ്ങിയ കാര്യങ്ങൾ ഇവരെല്ലാം സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവിടെ നോക്കുക. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക്? ഹാവ് യു അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക്? നിനക്കത് മനസ്സിലായോ? ടീച്ചർ ആസ്ക്ഡ്. പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ? പാസ്റ്റ് ആണ്. അപ്പോൾ ടീച്ചർ ആസ്ക്ഡ് ശരി തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിനിടയ്ക്ക് ആര് വരും? നിങ്ങൾ നോക്കിയാൽ അറിയാം. ആരാ വന്നിരിക്കുന്നത്? വെദർ വന്നിട്ടുണ്ട്. വെദറാണ്. ശരി, സമ്മതിച്ചു. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം ആരെയാണ് വരേണ്ടത്? എപ്പോഴും ആദ്യം ആരേ വരുള്ളൂ? സബ്ജക്റ്റ് ആരാണോ അതേ വരത്തുള്ളൂ. ഇപ്പം യു ആരാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. യു ഇവിടെ ആരാണ്? എന്താ പറയുന്നത്? ഹാവ് യു അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക്? ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് കുട്ടികളോട് എന്ന് പറയുമ്പോൾ എന്തേ വരത്തുള്ളൂ? ദേ. സ്റ്റുഡൻസ് എന്നുള്ളത് എന്തായിട്ട് വരും? ദേ ആയിട്ട് വരും. ഇതിലെല്ലാത്തിലും ദേ ആണ്. അതുകൊണ്ട് അതിൻ്റെ കൺഫ്യൂഷനും ഉണ്ടാവുന്നില്ല. എല്ലാത്തിലും ദേ തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ എന്ത് നോക്കും? ഇവിടുത്തെ ഓക്സിലറി ഹാവിൻ്റെ പാസ്റ്റ് ആരാണ്? ഹാഡാണ്. ഇവിടെ ഹാഡ് ഉള്ളത് ആര് മാത്രമേ ഉള്ളൂ? ഇത് മാത്രമേ ഉള്ളൂ. വെദർ ദേ ഹാഡ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ടോപ്പിക്. ബാക്കി ഒന്നിലും അത് വരത്തില്ല. കാരണം ഹാവ് എന്താക്കി? ഹാഡാക്കി. ഓക്സിലറി വെർബ് ഹാവ് തന്നിട്ടുണ്ട്. എന്തിലേക്ക് മാറ്റുന്നു? ഹാഡിലേക്ക് മാറ്റുന്നു. സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ നോക്കുക, ഹാവ് എന്നുള്ളത് ഹാഡായി. ദേ എന്നുള്ളത്, യു എന്നുള്ളത് എന്താണ്? ദേ ആണ്. എല്ലാത്തിലും ഇതിൽ ദേ തന്നിരിക്കുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ല. പക്ഷേ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അത് മാറ്റി യു തന്നെ തന്നിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് യു എന്തിലേക്കൊക്കെ മാറാം? യു എന്താക്കിയൊക്കെ മാറ്റാം? യു എന്ന് പറയുന്നത് ആരാണോ ആ ഡയലോഗ് കേൾക്കുന്നത് അതാണ് യു. അവൻ എന്നോട് പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? യു ഐ ആയിട്ട് മാറും. അത് ഞാൻ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചായിരിക്കുമല്ലോ പറയുന്നത്. അവൻ എന്നോട് പറഞ്ഞു, ഓക്കെ, അവിടെ എന്ത് വരും? ഐ വരും. അവൻ ഞങ്ങളോട് പറഞ്ഞു എന്ന് വരുമ്പോൾ അവിടെ എന്ത് വരും? വി വരും. ഹി സെഡ് ടു അസ് എന്നാണെങ്കിൽ അവിടെ വി വരും. അവൻ അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ദേ വരും. അവൻ അവനോട് പറഞ്ഞു അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഹീ വരും. ആ പെൺകുട്ടിയോട് പറഞ്ഞു, അവിടെ ഷീ വരും. അപ്പം യു എന്നുള്ളത് ഐ ആയി വരാം, ദേ ആയി വരാം, വി ആയിട്ട് വരാം, ഹീ ആയിട്ട് വരാം, ഷീ ആയിട്ട് വരാം. ഇവിടെ സ്റ്റുഡൻസിനോട് പറഞ്ഞു, അപ്പോൾ എന്തായിട്ട് വരും? ദേ ആയിട്ട് വരും. ഞങ്ങളോട് പറഞ്ഞു എന്നെങ്കിൽ എന്താകുമായിരുന്നു? വി ആകുമായിരുന്നു. അവരോട് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇവിടെ സ്റ്റുഡൻസ്. അതുകൊണ്ടാണ് ഇത് എന്ത്? ദേ. എന്നോട് പറഞ്ഞു, സെറ്റ് ടു മീ. ഇവിടെ നോക്കിയേ, ആസ്ക്ഡ് സ്റ്റുഡൻസിന് പകരം ഇവിടെ മീ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് വരുമായിരുന്നു? ഐ വരുമായിരുന്നു. ആസ്ക്ഡ് അസ് എന്നാണെങ്കിൽ ഇവിടെ എന്ത് വരുമായിരുന്നു? വി വരുമായിരുന്നു. ഓക്കെ ആണല്ലോ. യു മാറി എന്തൊക്കെ വരും എന്നുള്ളത്. പിക്ക് ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ സെന്റൻസ് ഗിവൺ ബിലോ ഫ്രം ദ ഓപ്ഷൻ. റാം സെറ്റ് ടു ഹിസ് ബ്രദർ. ആരോട് പറഞ്ഞു? അവൻ്റെ സഹോദരനോട് പറഞ്ഞു. അവൻ്റെ സഹോദരനോട് പറഞ്ഞു. ഹിസ് സെറ്റ് ടു ഹിസ് ബ്രദർ. സെറ്റാണ്. പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ? പാസ്റ്റ് ആണ്. അപ്പോൾ പാസ്റ്റ് തന്നെ വരണം. എന്താ? വേർ ആർ യു ഗോയിങ്? ഇവിടെ നോക്കുക, വേർ ആർ യു ഗോയിങ്. വേർ എന്നുള്ളത് സംഭവം എല്ലായിടത്തും വേർ ആർ യു ഗോയിങ് തന്നെയാണ്. വേർ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ളത് കറക്റ്റാണ്. ആസ്റ്റ് ഹിസ് ബ്രദർ, സെറ്റ് ടു ഹിസ് ബ്രദർ, ആസ്റ്റ് ഹിസ് ബ്രദർ, ആസ്റ്റ് ഹിസ് ബ്രദർ. ഇവിടെ ചോദ്യമാണ്. എന്താണ്? ഒരാൾ പറഞ്ഞിരിക്കുന്ന ചോദ്യമായതുകൊണ്ട് ആസ്ക്ഡ് ആണ് കറക്റ്റ്. ആസ്ക്ഡ് ഹിസ് ബ്രദർ ആണ്. അപ്പോൾ ഒന്നുകിൽ എ അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി. ഇതെന്തായാലും അല്ല. കാരണം സെറ്റാണ് തന്നിരിക്കുന്നത്. അതല്ല. ഇനി നമ്മൾ നോക്കേണ്ടത്
വേറെ എല്ലായിടത്തും ശരി തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിലറിക്ക് മുമ്പിലാണ് സബ്ജക്റ്റ് വരേണ്ടത്. ഓക്സിലറിക്ക് മുന്നിൽ ആര് വരണം? സബ്ജക്റ്റ് വരണം. അപ്പോൾ നോക്കുക, ഇവിടെ ഓക്സിലറിക്ക് മുന്നിൽ ആര് വന്നു? ഹീ ആദ്യം വന്നു. അതിന് ശേഷമാണ് ഓക്സിലറി. ഇവിടെ എല്ലാം നോക്കി, അതിന് ശേഷമാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. ആർക്ക് ശേഷം? ഓക്സിലറിക്ക് ശേഷമാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? ഓക്സിലറിക്ക് മുന്നിൽ സബ്ജക്റ്റ് വരണം. ഹീ വാസ് ഗോയിങ്. ഇവിടെ ശരി. അപ്പം നിങ്ങൾ ചിന്തിക്കും, സാറല്ലേ ഇത്രയും നേരം പറഞ്ഞത് ആറ് മാറ്റി വേറെ ആക്കണമെന്നും ഈസ് മാറ്റി വാസാക്കണമെന്നും, ഇവിടെ എന്തുകൊണ്ട് വേറെ വന്നുകൂടാ എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കേണ്ടത്, യുവിന് എപ്പോഴും ആരേ വരത്തുള്ളൂ? ആറേ വരത്തുള്ളൂ. കാരണം യുവിൻ്റെ സിംഗുലറും പ്ലൂറലും യു തന്നെയാണ്. അതുകൊണ്ട് യുവിന് എപ്പോഴും പ്ലൂറലിന് കൊടുക്കുന്ന ആറ് തന്നെ യുവിന് കൊടുക്കും. പക്ഷേ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് എന്താണ് ആക്കിയത്? ഹീ ആണ് ആക്കിയത്. കാരണം അവൻ്റെ സഹോദരനോടല്ലേ പറഞ്ഞത്. ആ ഹീ ആക്കിയത് കൊണ്ട് ഹീക്കൊരിക്കലും വേറെ വരില്ല. പിന്നെ ആരേ വരത്തുള്ളൂ? വാസേ വരത്തുള്ളൂ. ഹീയുടെ കൂടെ എപ്പോഴും എന്തേ വരത്തുള്ളൂ? വാസ്. ഹീയുടെ കൂടെ എപ്പോഴും എന്തേ വരത്തുള്ളൂ? വാസ്. ഈസ് എന്നുള്ളത് വാസ് ആകുന്നത് പോലെ ഇവിടെ ഹീഡ് ആയതുകൊണ്ട് എന്താവും? ആറ് മാറിയിട്ട് വാസാവും. അത് ഷീ ആണെങ്കിലും വാസ്. ഓക്കെ, ഷീ ആണെങ്കിലും വാസ്. കാരണം ഒരാളേ ഉള്ളൂ, സിംഗുലർ ആയതുകൊണ്ട് സിംഗുലറിന് ഒരിക്കലും വേറെ വരില്ല. പിന്നെ എന്തേ വരത്തുള്ളൂ? വാസേ വരും. അതുകൊണ്ടാണ് വാസ്. നിങ്ങളിവിടെ നോക്കി, ഇത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ഇതേ കൺഫ്യൂഷൻ നമുക്ക് ചിലപ്പോൾ എന്ത് തരും? ഈ വാസ് എടുത്ത് ഇപ്പുറത്തിട്ട് തന്നിട്ട് ഹീ വെയർ ഗോയിങ്, നമ്മൾ ചിന്തിക്കും ആറ് മാറ്റി വേറല്ലേ എഴുതി വെക്കരുത്. ഹീക്ക് ഒരിക്കലും വേറെ വരില്ല. ഹീയുടെ കൂടെ ആരേ വരത്തുള്ളൂ? വാസേ വരത്തുള്ളൂ. ഷീയുടെ കൂടെ ആരേ വരത്തുള്ളൂ? വാസേ വരത്തുള്ളൂ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പാസ്റ്റ് ടെൻസിൽ എപ്പോഴും ഹീ അല്ലെങ്കിൽ ഷീ വന്നാൽ ആരേ വരുള്ളൂ? വാസ്. വേറെ അവിടെ തെറ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധാരണ സെൻറ്റൻസിൽ വന്ന വേറൊരു ഫോമാണ്. ഡിഡ് വന്ന ഒരു കാര്യമാണ്. അതായത് ഓൾറെഡി പാസ്റ്റ് തന്നെ തന്നിരിക്കുന്നതിനെ എന്തിലേക്ക് മാറ്റാം? നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഡിഡ് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓക്സിലറി ഇല്ലാതെ വെർബിൻ്റെ പാസ്റ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട, ഹാഡ് വരും. ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ്? ഓക്സിലറി ഇല്ലാതെ തന്നു കഴിഞ്ഞാൽ, വെർബിൻ്റെ പാസ്റ്റ് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഹാഡ് ചേർത്തെഴുതണം. അല്ലെങ്കിൽ ഡിഡ് തന്നാൽ ഹാഡ് ചേർത്തെഴുതണം. ഡിഡ് വന്നാലോ ഓക്സിലറി ഒന്നുമില്ലാതെ വെർബിൻ്റെ പാസ്റ്റ് തന്നിരുന്നാലോ എന്തിലേക്ക് മാറ്റണം? ഹാഡ് ചേർക്കണം. ഹാഡ് ഉള്ളത് ആര് മാത്രമേ ഉള്ളൂ? ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും ശരിയല്ല. എളുപ്പമല്ലേ? എന്തുകൊണ്ടാണ്? എനിക്ക് ഡിഡാ തന്നത്. ഡിഡ് തന്ന എന്താവണം? ഹാഡാണ് വരേണ്ടത്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവണം? ഹാഡ് വരണം. എന്നിട്ട് വെർബിൻ്റെ മൂന്നാമത്തെ ഫോം നോക്കിയേ, റൈറ്റ് ആണ്. റൈറ്റിൻ്റെ മൂന്നാമത്തെ ഫോം റിട്ടൺ അല്ലേ? ആസ്റ്റ് ഇഫ് ഹി ഹാഡ് റിട്ടൺ ദ എക്സാം. ഡിഡ് ഹി റൈറ്റ് ദ എക്സാം എന്നുള്ളത് എന്തായിട്ട് മാറി? ആസ്റ്റ് ഇഫ് ഹി ഹാഡ് റിട്ടൺ ദ എക്സാം. ഹി ഹാഡ് റിട്ടൺ ദ എക്സാം. ഹി ഹാഡ് റിട്ടൺ ദ എക്സാം. കാരണം ഹീ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് തന്നെ വരും? ഹീ. അപ്പോൾ അതും കൂടി പറഞ്ഞു പോകണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഐ മാറി എന്താവും? ഹീ ആകും, ഷീ ആവും. എന്നാൽ ഹീ തന്നാലോ ഷീ തന്നാലോ എന്ത് തന്നെയാവും? അപ്പുറത്ത് ഹീ അല്ലെങ്കിൽ ഷീ തന്നെയാകും. ഹീ അല്ലെങ്കിൽ ഷീ തന്നെയാവും. കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ഹീ അല്ലെങ്കിൽ ഷീ തന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് എന്ത് തന്നെയാവും? ഹീ അല്ലെങ്കിൽ ഷീ തന്നെയാവും. അത് തന്നെ ഇവിടെ ചെയ്തു. ഹീ ഹാഡ് റിട്ടൺ ദ എക്സാം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഒന്നുകൂടി അത് ക്ലാരിഫൈ ചെയ്ത് തരാം. ഡിഡ് വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ പാസ്റ്റ് ഫോം വിത്തൗട്ട് ഓക്സിലറി തന്നു കഴിഞ്ഞാൽ എന്തിലേക്ക് മാറ്റണം? ഹാഡിലേക്ക് മാറ്റണം. എന്നിട്ട് എന്ത് ചെയ്യണം? വെർബിൻ്റെ മൂന്നാമത്തെ ഫോം. ഇവിടെ ഡിഡ് റൈറ്റ്, ഡിഡ് ഹാഡായി, റൈറ്റ് റിട്ടൺ ആയി. റൈറ്റിൻ്റെ മൂന്നാമത്തെ ഫോം കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? അടുത്തത് ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്. റിക്വസ്റ്റ് ഫോമാണ്. നമ്മൾ പ്ലീസ് വെച്ച് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. നോക്കിയേ, ദ ലേഡി ടു ദ തീഫ് പ്ലീസ് ഡോണ്ട് കിൽ മീ ക്യാൻ ബി റിപ്പോർട്ടഡ് അസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റിക്വസ്റ്റഡ് ആണ്. അതുകൊണ്ട് എല്ലായിടത്തും റിക്വസ്റ്റഡ് തന്നിരിക്കുന്നു. ശരിയാണ്. ദ തീഫ് ഓൾറെഡി അത് എല്ലായിടത്തും അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. അതിന് കൺഫ്യൂഷൻ വരണ്ട. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡോണ്ട് എന്താകും? നോട്ട് ടു ആകും. ഡോണ്ട് എന്താകണം? നോട്ട് ടു ആക്കണം. ഡോണ്ട് തന്നു കഴിഞ്ഞാൽ എന്താകണം? നോട്ട് ടു ആകണം. അങ്ങനെ ഓർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചിന്തിക്കും പാസ്റ്റ് ആക്കണോ വേണ്ട. നോട്ട് ടു കിൽ, നോട്ട് ടു കിൽ മീ. എന്നെ കൊല്ലരുത്. ആരാ പറഞ്ഞത്? ലേഡിയാ പറഞ്ഞത്. അവിടെ മീ എന്താകണം? ഹർ. അവിടെ ഒരു പുരുഷനായിരുന്നുവെങ്കിൽ അവിടെ എന്ത് വരുമായിരുന്നു? ഹിം വരുമായിരുന്നു. അവിടെ എന്താണ്? പ്ലീസ് ഡോണ്ട് കിൽ മീ എന്നുള്ളത് എന്തായിട്ട് മാറും? നോട്ട് ടു കിൽ ഹർ. ഏതാ ശരി? ഇതാ ശരി. ദ ലേഡി റിക്വസ്റ്റഡ് ദ തീഫ് നോട്ട് ടു കിൽ ഹർ എന്നായിട്ട്
മാർക്ക്. അടുത്ത ചോദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു റിക്വസ്റ്റ് ആണ്, പക്ഷേ ഇതൊരു നെഗറ്റീവ് അല്ല. ബെഗർ സെറ്റ് ടു രാമു ഗിവ് സം വാട്ടർ, റിപ്പോർട്ട് ദ സെൻറ്റൻസ്. ബെഗർ ആസ്റ്റ് രാമു വാട്ടർ. അത് കാണുമ്പോഴേ ഒരു അഭംഗിയാണ്, ആ സെൻറ്റൻസേ തെറ്റാണ്. അത് നമ്മൾ നോക്കേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ്, റിക്വസ്റ്റിലെ ഡോണ്ട് വന്നപ്പോൾ നോട്ട് ചേർത്തു. അപ്പോൾ ഡോണ്ട് ഇല്ല എങ്കിൽ, ഡോണ്ട് എന്ന് പറയുന്നൊരു കാര്യമേ ഇല്ല, പക്ഷെ അവിടെ ഒരു റിക്വസ്റ്റ് ആണെങ്കിൽ അവിടെ എന്ത് ചേർക്കും? ടു ചേർക്കും. ഡു വന്നപ്പോൾ ഡോണ്ട് ഡു എന്നുള്ളത് എന്താക്കി? നോട്ടു ആക്കി. ഡോണ്ട് എന്നുള്ളത് എന്തായിട്ട് മാറ്റി? നോട്ടു ആക്കി. എന്നാൽ അവിടെ ഡു എന്ന് പറയുന്നൊരു കാര്യമൊന്നും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ഫോമിലല്ല തന്നിരിക്കുന്ന, പോസിറ്റീവ് ഫോം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടു ചേർക്കുന്നു. അപ്പോൾ ബെഗർ റിക്വസ്റ്റഡ് രാമു ടു, ബാക്കി മൂന്നും ശരിയായിരിക്കാം. പിന്നെ എന്ത് ചെയ്യണം? ഗീവ് വാട്ടർ ആണോ, ഗീവ് സം വാട്ടർ ആണോ, ഗീവ് വാട്ടർ ആണോ? ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ടത് റിക്വസ്റ്റഡ്, വാണ്ടഡ്, ഓർഡേഡ്. റിക്വസ്റ്റഡ് ആണ്. ഒരാൾ എന്താ ചെയ്തത്? റിക്വസ്റ്റ് ചെയ്തു, അല്ലേ? നമ്മൾ ഒരാളോട് പേന ചോദിക്കുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. ഒരാളോട് വെള്ളം ചോദിക്കുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. വാണ്ടഡ് പറ്റത്തില്ല. ഓർഡേഡ് അധികാരമായിട്ട് പറയുന്നതല്ലല്ലോ, ഒരു വെള്ളമല്ലേ ചോദിച്ചത്, ഒരു വളരെ ബഹുമാനത്തോടുകൂടി വളരെയധികം റിക്വസ്റ്റ് ചെയ്താൽ ചോദിച്ചത്. അപ്പോൾ റിക്വസ്റ്റഡ് ആണ്. ബാക്കി മൂന്നുമല്ല. രാമു ടു ഗിവ് സം വാട്ടർ. ഞാൻ നേരത്തെ പറഞ്ഞു ടു ചേർത്തിട്ട് എന്ത് ചെയ്യേണ്ട? പാസ്റ്റ് ആക്കണ്ട. കാരണം ഇമ്പരറ്റീവിന്, റിക്വസ്റ്റ് സെൻറ്റൻസിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നീടുള്ളതിനെ എന്ത് ചെയ്യേണ്ട? പാസ്റ്റ് ആക്കണ്ട. നമ്മളിവിടെ മാത്രം മാറ്റിയാൽ മതി. ടു ചേർത്ത് ടു ഗിവ് സം വാട്ടർ. ബെഗർ റിക്വസ്റ്റഡ് രാമു ടു ഗിവ് സം വാട്ടർ. അപ്പോൾ ഇന്ന് ഉള്ളത് വളരെ കുറച്ച് കാര്യങ്ങളാണ്, എന്നാൽ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. നമുക്ക് പെട്ടെന്ന് കണ്ട് ക്വസ്റ്റ്യനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി എഴുതാനായിട്ടുള്ള എളുപ്പത്തിലുള്ള വഴിയാണ് പറഞ്ഞു തന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ റാങ്കുകൾ കൊടുത്തൊരു സ്ഥാപനമാണ് KS മെൻറ്റർ. അതിൻ്റെ ഒരു റിസൾട്ടാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സ്ക്രീന്. അഡ്മിഷൻ എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. 5-ൽ ഒരാൾ റാങ്ക് ലിസ്റ്റിൽ കയറുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഓരോരുത്തരെയും ഞങ്ങൾ റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. ആ റിസൾട്ടിലേക്ക് എത്താൻ, ആ റാങ്ക് ലിസ്റ്റിൽ കയറാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഇന്ന് തന്നെ KS മെൻറ്ററിൽ ജോയിൻ ചെയ്യുക. മാത്രമല്ല ഞങ്ങൾക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, PSC മെൻറ്റർ എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ. ഇന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ നോട്ട്സും കൂടുതൽ സ്റ്റഡി പ്ലാൻസും അതിനകത്ത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.